ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നയന പൂജാമുറിയിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദേവയാനിക്ക് ഭയങ്കരമായിട്ട് കലിപ്പ് വരുന്നുണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കാതെ അത്ഭുതകരമായിട്ട് തന്നെ ദേവയാനി അത് നിന്നവിടെയും കണ്ടു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നയന പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിയും മകളും കൂടെ ചേർന്ന് നയന ഭക്തിയിലൂടെ ഇവരെ എല്ലാവരെയും കൂടെ കയ്യിലെടുക്കുകയാണെന്ന് പറഞ്ഞ വല്ല ഡയലോഗ് ഇറക്കി കഴിഞ്ഞപ്പോഴേക്കും അതെ, ഇവള് ഭക്തിയിലൂടെയൊക്കെയാണ് ഈ വീട്ടിലെ ആണുങ്ങളെയും അതുപോലെ തന്നെ എല്ലാം കയ്യിലെടുത്ത് വെച്ചിരിക്കുന്നതെന്ന് ദേവയാനി പറയാം. പക്ഷേ അതിനൊന്നും അധികം ആയുസില്ല. അതൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗുകളൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി അടിക്കുമ്പോൾ നയന പറഞ്ഞു, അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും പറയാം, അതിനൊന്നും മറുപടി പറയാനേ ഞാൻ ആളല്ല. കാരണം അതിനൊക്കെ ഞാൻ മറുപടി പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ നീ കൂടുതൽ സംസാരിക്കുമൊന്നും വേണ്ട, നിന്നെ കാണുന്നത് തന്നെ എനിക്ക് ഇഷ്ടമല്ലെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി പറയേണ്ട മുന്നിൽ നിന്ന് പോകാൻ പറഞ്ഞു. ഞാനല്ലല്ലോ അമ്മയുടെ മുന്നിലേക്ക് വന്നത്, അമ്മ എൻ്റെ മുന്നിലേക്ക് വന്ന് വെറുതെ പറഞ്ഞു ഓരോന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയല്ലേ എന്ന് നയനെ അന്നേരം ചോദിച്ചു. അതും പറഞ്ഞ് നയനെ അങ്ങോട്ടേക്ക് പോയി. അമ്മയ്ക്കിപ്പോൾ നല്ല തളർച്ചയാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് ആദ്യം വേണ്ടത് ആ ഒരു വഴക്കും കാര്യങ്ങളൊന്നും അല്ല, റെസ്റ്റ് ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നിൻ്റെ ഒരു ഇത് എനിക്ക് വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനെ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പോൾ തന്നെ അവൾ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി മാറിയിട്ടുണ്ട്. ഈ വ്രതം കഴിഞ്ഞ് അവർ മല കയറിയിട്ട് തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് ഇനി എന്തൊക്കെ നമ്മൾ കാണേണ്ടി വരും എന്നുള്ള രീതിയിൽ ഈ രേവതിയും മകളും കൂടെ പറയുന്ന സമയം ദേവയാനി പറയുവാണ്, 41 ദിവസം വ്രതമെടുത്ത് അവർ മല ചവിട്ടി ഇറങ്ങി വരുന്ന ആ സമയം കൊണ്ട് നയനയും ആദർശും രണ്ട് വഴിക്കാകാനുള്ളതൊക്കെ ചെയ്തിരിക്കണം. പിന്നെ അവർ രണ്ടുപേരും ഒരിക്കലും ഒന്നിച്ചാകാൻ പാടില്ല എന്ന് പറഞ്ഞ് രേവതിയോടും മകളോടും ദേവയാനി തന്നെ പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷമായി അമ്മയ്ക്കും മകൾക്കും. അതും പറഞ്ഞ് ദേവയാനി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരുപാട് പണിയെടുക്കണ്ട, ഇവരെ അങ്ങ് മൂർച്ഛിച്ച് അങ്ങ് പറഞ്ഞു വിട്ടാൽ മതി, മകൻ്റെയും മരുമകളുടെയും ജീവിതം ഇവർ തന്നെ കുട്ടിച്ചോറാക്കിക്കോളും എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞ് ഇവളുമാർ രണ്ടും കൂടി വളരെ സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് പോകുക. ചെല്ലുമ്പോൾ ജലജയെ അവിടെ കണ്ടു. ജലജയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും മകൻ മരുമകളെയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ പോയ കഥ അതിരുന്ന് പറയുവാണ് നമ്മുടെ ജലജയോട് ഇവർ. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പോവുകയാണെങ്കിൽ പോയിട്ട് വരട്ടെ എന്ന് ജലജ പറഞ്ഞു കേട്ടോ. അങ്ങനെ അത് പറയുന്നത് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ പെട്ടെന്ന് അവളോടൊരു സ്നേഹക്കൂടുതൽ എന്ന് രേവതി ചോദിച്ചു. എനിക്ക് സ്നേഹക്കൂടുതലൊന്നും അല്ല, പിന്നെ ഞാനായിട്ട് അവനോട് എന്തെങ്കിലും പറയാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനത് ഇഷ്ടപ്പെടത്തില്ല, അതുകൊണ്ട് ഞാനൊന്നും പറയാനൊന്നും നിൽക്കുന്നില്ല, അവൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ ഒരുത്തിയെ അമ്മായിയമ്മ അകറ്റി നിർത്തിയിരിക്കുകയാണ്, കാണുന്നത് പോലും ചതുർത്ഥിയായിട്ട്. നിങ്ങൾക്കും ഇത്രയും നാളും അങ്ങനെയായിരുന്നു, പെട്ടെന്നൊരു സ്നേഹപ്രകടനം എന്താ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ കാര്യം അതൊരു സ്ഥായിയായ കാര്യം തന്നെയാണ്. ഞാനൊരു കാര്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് തന്നെയാണ്. പക്ഷേ ഏട്ടത്തിയുടെ കാര്യമേ അങ്ങനെയല്ല. ഏട്ടത്തി ഇപ്പോൾ അവളോട് എതിർപ്പും ദേഷ്യവും അതുപോലെ ചതുർത്ഥിയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഏട്ടത്തിയുടെ ജീവിതത്തിലെ ഏട്ടത്തിയുടെ എല്ലാം എന്ന് പറയുന്നത് മകന് വേണ്ടി എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനും ഏട്ടത്തി തയ്യാറാകും. ഇപ്പം പിന്നെ നമ്മളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിൻ്റേതായ ആ ഒരു ഇതിൽ ഏട്ടത്തി അങ്ങനെ മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറയുകയാണ്, ഏട്ടത്തി ഒരു കാരണവശാലും നയനയെ അംഗീകരിക്കരുത്, നയനയെ ഏട്ടത്തി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും ഇവിടെ വെറും കറിവേപ്പിലകൾ മാത്രമായി മാറും എന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞതേ നമ്മുടെ ജലജ ഇവളുമാർക്ക് കുറച്ചുകൂടി ഇതാക്കി കൊടുക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ കിട്ടിയ അവസരം കൊണ്ട് മുത്തശ്ശനെ പോയി സോപ്പിടാൻ അമ്മയും മോളും കൂടെ പ്ലാൻ ഇടുക. അപ്പോൾ ഈ രണ്ടെണ്ണങ്ങളും കൂടെ നേരെ മുത്തശ്ശൻ്റെ മുറി ലക്ഷ്യമാക്കി പോവുക കേട്ടോ. അപ്പോൾ അന്നേരം അവരവിടെ നയനമോൾ ഇന്ന് പൂജ ചെയ്തതും അതുപോലെ തന്നെ എല്ലാവരെയും ആരതി ഒഴിഞ്ഞതും തുടങ്ങിയ കാര്യങ്ങളും വീട്ടിലെ ഐശ്വര്യവും അതുപോലെ വീട്ടിലെ മഹാലക്ഷ്മിയും ഒക്കെ നയനയാണെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കും. അപ്പോഴാണ് ഈ രണ്ട് പൂതനകളും കൂടെ കയറി ചെല്ലുന്നത്. കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ്റെ കൈ ഇങ്ങനെ തടവി കൊടുക്കുന്നത് കാണും. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ മുത്തശ്ശ എന്ത് പറ്റി എന്നും ചോദിച്ചുകൊണ്ടാണ് കൊച്ചുമോൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൈക്ക് ആകെ ഒരു വേദനയാണ്. അപ്പോൾ ഒരു മരപ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ തടവി കൊടുക്കാമായിരുന്നു എന്ന് പറയുമ്പം അയ്യോ മുത്തശ്ശൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാനത് ചെയ്ത് തരത്തില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അനാമിക മോളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നയനമോളാണ് ചെയ്യുന്നത്. പക്ഷേ നയനമോൾക്ക് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ, എല്ലാവരും മാലയിട്ടതോടുകൂടി വീട്ടിലെ നയനമോളുടെ ഭാരം കൂടി, അതൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു. അതിപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു കൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നത് കൊണ്ടല്ലേ സാറേ, എല്ലാവരെയും അവരവരുടെ പാട്ടിനങ്ങ് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടോ? ഒരു കുഴപ്പവും ഇല്ല. എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ നോക്കി ജീവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനും പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. വീട്ടിനകത്തെ ആ സ്വരച്ചേർച്ചക്കുറവും അതുപോലെ വഴക്കും കാര്യങ്ങളും ഇതിനെപ്പറ്റിയൊക്കെ പറഞ്ഞപ്പോഴും ഇവരിങ്ങനെ ഈ ഒരു ഡയലോഗ് അടിക്കുന്നത്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും നേർക്ക് നേരെ ഒന്ന് നോക്കി. ഇവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് ഇവർ പോലും അറിയാതെ ഇവരുടെ വായിൽ നിന്ന് ചാടി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവർ പറയുന്നതെല്ലാം മുത്തശ്ശനും മുത്തശ്ശിയും കേട്ടു. നിങ്ങൾ പറയുന്നതിലും കാര്യമുണ്ട്, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവളുമാർക്ക് രണ്ടിനും സമാധാനമായി. പിന്നെ തടവലും ഇല്ല, തൂക്കലും ഇല്ല, തിരുമലും ഇല്ല, രണ്ടെണ്ണങ്ങളും കൂടി അവിടെ നിന്ന് പോയി.
അങ്ങനെ നൈസായിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് നൂരി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരുന്ന് പറയുവാണ്, അവരിപ്പോൾ വന്നത് എന്തിനാണെന്ന് തനിക്കറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്കത് മനസ്സിലായി, ഇദ്ദേഹത്തിന് മനസ്സിലായോ എന്ന് ചോദിച്ചു. എനിക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായി. ഇവരെ ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല, അത്ര നല്ല ഫാമിലിയൊന്നും അല്ല ഇവർ എന്നും പറഞ്ഞിങ്ങനെ മുത്തശ്ശൻ അന്നേരം പറയുക കേട്ടോ. എന്നിട്ട് ഇവർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണേ. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ ദേവയാനി അവിടെ ഇരിപ്പുണ്ട്. ദേവയാനി അവിടെ ഇരുന്ന സമയത്ത് ദേവയാനിയോടായിട്ട് മുത്തശ്ശൻ പറയുവാണ്, അതെ ഇപ്പോൾ അനാമികയും അതുപോലെ തന്നെ രേവതിയും കൂടെ മുറിയിലേക്ക് വന്നിട്ട് വീതം വയ്ക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ വീടും അല്ലെങ്കിൽ അതിനോടുള്ള ബാക്കി സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഭാഗം വയ്ക്കാം, അവരവർക്ക് വേണ്ടുന്നതെല്ലാം തരികയും ചെയ്യാം, അവരവർക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെയാണെന്ന് വെച്ചാൽ പോയി മാറി താമസിക്കുകയും ചെയ്യാം. പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ മാത്രമേ അതിനുള്ളെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുമോ നമ്മുടെ ദേവയാനി. അപ്പോഴത്തേക്കും മറ്റേ പൂതനകൾ ഓടി വന്നു കഥ കേൾക്കാനായിട്ട്, എന്താണ് വീതം വെക്കുന്നതെന്ന് കേൾക്കാനായിട്ട്. അങ്ങനെ എല്ലാവരും വന്ന് നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞു, തറവാട് എന്ത് വേണമെങ്കിലും വീതം വയ്ക്കാം, പക്ഷേ മൂർത്തീസ് ജ്വല്ലറി എത്ര ബ്രാഞ്ച് ഉണ്ടോ അതിൻ്റെ എല്ലാം MD നമ്മുടെ ആദർശ് തന്നെയായിരിക്കും. അത് ഈ ജീവൻ ഉള്ളിടത്തോളം കാലം അതങ്ങനെയായിരിക്കും, ആദർശിന് ആയുസുള്ളിടത്തോളം കാലം അതങ്ങനെയായിരിക്കും എന്ന് പറയും. അങ്ങനെ ആദർശിൻ്റെ അധികാരത്തിലും അവകാശത്തിലും മൂർത്തീസ് ജ്വല്ലറി അറിയപ്പെട്ടാൽ മതി. ഇനി അതിന് നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെന്നുണ്ടെങ്കിൽ നമുക്കിത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, വീതം വെപ്പോ കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതല്ലാത്ത പക്ഷം ആർക്കും ഇത് സമ്മതം അല്ലെങ്കിൽ വീതം വെപ്പും നടക്കില്ല, ഒന്നും നടക്കില്ല എന്ന് മുത്തശ്ശൻ അങ്ങ് പറഞ്ഞു. ഇതങ്ങ് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എന്നാ കാണിക്കാൻ ആ വീതം വെക്കുന്നത്, മൂർത്തീസ് ജ്വല്ലറി കണ്ടിട്ടാണ് മക്കളെല്ലാം കൂടെ വെയിൽ കൊള്ളാനിരുന്നത്. പക്ഷെ മൂർത്തീസ് ജ്വല്ലറി കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയിട്ട് തന്നെ കാര്യം, ഒരു കാര്യവുമില്ല. അങ്ങനെ അതും പറഞ്ഞ് അവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ നയന ദേവയാനിയുടെ കണ്ണ് വെട്ടിച്ച് ആദർശിൻ്റെ ഓഫീസിൽ ഭക്ഷണമായിട്ട് പോവാട്ടോ. അറിഞ്ഞാൽ ഒരിക്കലും നയനയെ പറഞ്ഞു വിടില്ല, അതുകൊണ്ട് കണ്ണും വെട്ടിച്ച് നേരെ പാവം ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്നിട്ട് ആദർശിനെ ഞെട്ടിച്ചുകൊണ്ടാണ് നയന അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ കൈ നിറയെ സാധനങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ കയറി ചെല്ലുന്ന ഭാര്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ ആദർശ് ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക. താൻ വന്നോ എന്നും ചോദിച്ചുകൊണ്ട്, നീ എപ്പോഴാണ് വന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആദർശ് ഇങ്ങനെ. അപ്പോൾ ആദർശേട്ടന് ഭക്ഷണം തരാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആദർശിന് വലിയ സന്തോഷമായി. പിന്നെ നയനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞു വരും. അത് കഴിഞ്ഞിട്ട് നയനെ കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ വിളമ്പി ഇങ്ങനെ കൊടുക്കുന്നു. അത് നമ്മുടെ ആദർശ് കഴിക്കുന്നു. കഴിച്ചിട്ട് അതിനെപ്പറ്റിയുള്ള അതിൻ്റെ സ്വാദിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ നയനയോട് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഹാപ്പിയായി ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വാമിയായിട്ടുള്ള ആദർശം നയനയും തമ്മിലുള്ള ആ ഒരു അടുപ്പവും സ്നേഹവും ഒക്കെ കണ്ട് അവിടുത്തെ സ്റ്റാഫ് ഇങ്ങ് കയറി വന്ന് സ്റ്റാഫ് അത് കണ്ട് ഞെട്ടി. കാരണം അയാളൊട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഇപ്പം തന്നെ അത് ദേവയാനിയുടെ ചെവിയിലേക്ക് എത്തും, എന്തായാലും 100% ഉറപ്പുള്ള കാര്യം അത്. അങ്ങനെ ആ ഒരു സംഭവം അവിടെ വളരെ ഗംഭീരമായിട്ട് നല്ല രീതിയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ സമയത്ത് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നവിയും അതുപോലെ തന്നെ അഭിയും കൂടെ ഇവരുടെ വീട്ടിലേക്ക് ചെന്നിരിക്കുന്നു. അവിടെ ചെന്ന് അഭിയും നവിയും കൂടെ വണ്ടിയിൽ ഇറങ്ങുന്ന കണ്ട് ഇവരിങ്ങനെ നോക്കുമ്പോൾ അന്തം വിട്ട് ഇവർ നിൽക്കുവാണ്. ഇവരാഗ്രഹിച്ച കാര്യം ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ ഇതൊന്നും അറിയാതെ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കഥയും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സ്വീകരിച്ച് കെയർ. ബൈ ബൈ.